എൻ്റെ എല്ലാ കൂട്ടരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ റോസകളിലൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ട്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഒരു പ്രശ്നം. മുട്ടുകളൊക്കെ പകുതി തിന്നിട്ട് പോകും, അവിടെ കണ്ട് ആ മുട്ട് കരിഞ്ഞു പോകും, പിന്നെ ആ മുട്ട് വിരിയാതെ ഇരിക്കും. പകുതി വിരിയാത്ത മുട്ടുകളും മുരടിച്ച ഇലകളും അതുപോലെ തന്നെ ഇലപ്പേനുകളുടെ ശല്യം, വെള്ളീച്ച, മൂഞ്ഞ, ഇങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം നമ്മുടെ നേഴ്സറി റോസുകൾക്കാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള. നമ്മൾ ചെടിച്ചെടിയിലോട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കും, വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നന്നായിട്ട് പൂവിടും, പിന്നെ മുരടിപ്പുണ്ടാവും, പിന്നെ പ്രാണികളുടെ ശല്യം ഉണ്ടാവും, പിന്നെ ആ ഒരു ഇല മുരടിച്ച് ആ ചെടി നശിച്ചു പോകുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അത് പോകാതെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ റോസാ ചെടികൾക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ, ഏത് ചെടികൾക്കും ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ചെടിച്ചട്ടിയിൽ വെക്കുന്ന റോസയ്ക്കൊക്കെ നമുക്ക് ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ വളങ്ങൾ നമ്മളെ ചെടികളുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മണ്ണിലാണെങ്കിൽ അത്രയും പ്രശ്നമില്ല, കാരണം മണ്ണിൽ നടന്ന നാടൻ ബഡ് റോസൊക്കെ ഒന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. നമ്മൾ നേഴ്സറിൽ നിന്നൊക്കെ കൊണ്ട് വാങ്ങിച്ച് വെക്കുന്ന റോസുകൾക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ഏത് ചെടിയും പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്ത് കൊടുത്താലേ ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും നല്ലപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഈ എൻ്റെ ചെടികളിൽ പ്രത്യേകിച്ച് റോസയിലെല്ലാം ഓരോ നല്ല രീതിയിൽ നിരീക്ഷണം നടത്തും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ അതിന് ചെയ്തു കൊടുക്കും. പിന്നത്തേന് ഞാൻ മാറ്റി വെക്കത്തില്ല, കാരണം ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്തോട്ട് അത് വ്യാപിച്ചിട്ട് ആ ചെടി നശിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പം പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന ചെടികളെ കാണാനാണ് നല്ല ഭംഗിയല്ലേ. അത് പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിന് ഒരു സന്തോഷമില്ല, നമുക്കൊരു എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. പക്ഷേ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ, പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തോട്ട് നമ്മുടെ വീടിനകത്തോട്ട് കയറിപ്പോയി നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് വെച്ച ചെടികളൊക്കെ നല്ല രീതിയിൽ വളരുന്ന കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുക്കുന്ന കർപ്പൂരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കർപ്പൂരത്തിന് പല ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിനായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനായാലും ഒക്കെ, ഹെയറിലെ ഡാൻഡ്രഫ് കളയാനൊക്കെ കർപ്പൂരം വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരം ഇട്ട വെള്ളത്തിൽ ആവി പിടിക്കുന്ന നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കർപ്പൂരത്തിന്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ കീടശല്യം മാറ്റാനായിട്ടും ട്രിപ്പിൻ്റെ ശല്യം മാറ്റാൻ, പ്രാണികളുടെ ശല്യം മാറ്റാനായിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ് കർപ്പൂരം. അപ്പോൾ 2 ക്യാപ്സൂൾ കർപ്പൂരം എടുത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇത് ഞാൻ വെള്ളത്തിലോട്ട് എടുത്ത് ലയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ കാരണം നമ്മുടെ കീടങ്ങളൊക്കെ പറക്കും, പിന്നെ നമ്മുടെ ആ ഒരു ചെടിയിൽ വന്നിരിക്കത്തില്ല. അതുപോലെ തന്നെ കർപ്പൂരം വെളിച്ചെണ്ണയ്ക്ക് അത് ചൂടാക്കിയിട്ട് നല്ലൊരു 2 ക്യാപ്സൂൾ പൊടിച്ച് ചേർത്തിട്ട് നമ്മുടെ തലയോട്ടിലൊക്കെ ചെറു ചൂടോടെ തേച്ച് പിടിപ്പിച്ചാൽ ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ ഹെയറിന് കിട്ടുന്നത്. അങ്ങനെ ആഴ്ചയിലൊരിക്കൽ അങ്ങനെയും നമുക്ക് തലയിലൊക്കെ തേച്ച് പിടിക്കും. കർപ്പൂരം വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ടും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം അരിപ്പിച്ചിട്ട് ഞാൻ നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത്. പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കണം. കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാം നല്ലൊരു കീടനാശിനിയാണ്. അതുപോലെ തന്നെ ചെടികൾ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും ചെടികളുടെ കുറേ പ്രശ്നങ്ങൾ കിട്ടാനായിട്ടും നമുക്ക് കഞ്ഞിവെള്ളം വളരെയധികം സഹായിക്കുന്നു. പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ 1 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ട്. അതിനകത്തേക്ക് ഞാൻ ഈ കർപ്പൂരത്തിൻ്റെ വെള്ളവും കൂടെ കൂട്ടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനിയും നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾ അയ്യോ മുളക് പൊടി ഇടാവോ എന്നൊക്കെ, ഒരു കുഴപ്പമില്ല. കീടശല്യത്തിന് ഏറ്റവും നല്ലതാണ്. പ്രാണികളുടെ ശല്യവും ഇതൊക്കെ നമ്മുടെ പച്ചക്കറി തൈകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തോ സ്പ്രേ ചെയ്ത് കൊടുത്തോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, പിന്നീട് ആ ഒരു ശല്യം അതിൽ കാണത്തില്ല. എല്ലാ ചെടികളുടെയും മുരടിപ്പും പ്രശ്നങ്ങളും പ്രാണികളുടെ ശല്യം മാറ്റാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി പുളിച്ച നമ്മുടെ ആ ഒരു കർപ്പൂരത്തിൻ്റെ വെള്ളവും പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് 1 ലിറ്റർ കഞ്ഞിവെള്ളം ഉള്ളത്, കറക്റ്റ് ഇത്ര തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ലാത്തവർ ഒരു സ്പൂൺ കൊണ്ടോ കപ്പ് കൊണ്ടോ ഒക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കണം. ആ മുളക് പൊടിയൊക്കെ കട്ടയായിട്ട് കിടക്കും, അതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് വേണമെങ്കിൽ അരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതായിട്ട് തളിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് ഇത് ഏറ്റവും നല്ല സമയം ചെയ്യാനുള്ള വൈകുന്നേരങ്ങളിലാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പക്ഷേ വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയാണല്ലേ. ഈ മഴ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് പെട്ടെന്ന് ആ ഇലയിൽ നിന്നും പെട്ടെന്ന് പോകും, മഴവെള്ളം വീണ്. അപ്പം
അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് രാവിലെയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം ചെയ്ത് കൊടുക്കാം, പക്ഷേ മഴയത്ത് വെക്കരുത്. അത് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മാറ്റി വെക്കുക മഴ കൊള്ളാത്തടത്ത്. എന്നാൽ രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വായിക്കണം. അങ്ങനെ 2 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ യഥാസ്ഥാനത്ത് നമുക്ക് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കാണിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനിപ്പം രാവിലെയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് മുരടിപ്പും പ്രശ്നങ്ങൾ ഇതാ നമ്മുടെ ചെടികൾ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഇങ്ങനെ മുട്ടുകളൊക്കെ കടിച്ച് പറിച്ചെടുത്ത ആ ഒരു അവസ്ഥയിൽ നിൽക്കുക, മുരടിച്ച് നിൽക്കുക എന്നുള്ള അവസ്ഥയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് 1-2 പ്രാവശ്യം ആഴ്ചയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 1 ചെയ്ത് കൊടുത്താൽ മതി. മഴയത്തെ സമയത്ത് ഒരുപാട് കീടാക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ചെടികളിലും പച്ചക്കറി തൈകളിലും ഒക്കെ കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ നിങ്ങൾ നോക്കി എൻ്റെ റോസാ ചെടികളിലെല്ലാം ഞാൻ ഇതുപോലെ തളിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചുകൊണ്ടാണ്, അല്ലാതെ ഒരു വളം ഉണ്ടാക്കിയിട്ട് അത് കാണിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്തു കൊടുക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തു കൊടുക്കാറുള്ളൂ, അല്ലാതെ നമ്മുടെ ചെടികൾക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് തളിച്ച്, ഇത് നല്ലൊരു മഞ്ഞ റോസയാണ്, ഇതിനാണ് ആ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അതിനെ ഞാൻ നല്ലപോലെ തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തളിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെയിലൊക്കെ കൊളിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കും. കാരണം ഉച്ച കഴിച്ചത് നല്ല മഴയായതുകൊണ്ട് 1-2 ദിവസം ഒന്ന് മാറ്റി വെക്കും. മാറ്റി വെക്കുമ്പോൾ ഒന്ന് തന്നെ ശ്രദ്ധിക്കണം, രാവിലത്തെ നല്ലൊരു വെയിൽ നമ്മുടെ റോസയ്ക്ക് കിട്ടുകയും വേണം കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലത്തെ നമുക്ക് മാറ്റി വെക്കാവുള്ളൂ, മഴ കൊള്ളുകയും ചെയ്യരുത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് യഥാസ്ഥാനത്ത് ഇറക്കി വെക്കാം. പിന്നെ ഒരുപാട് കട്ട കുത്തി പെയ്യുന്ന മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് വെള്ളം വീണാലും നമ്മുടെ റോസാ ചെടിയുടെ ഇലകളെല്ലാം മഞ്ഞ നിറമായിട്ട് പൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരുപാട് പേരുടെ അങ്ങനെ ആയിട്ട് വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ റോസയിൽ നല്ല പോലെ കുല കുത്തി പൂക്കളുണ്ടാകത്തുള്ളൂ. നമ്മൾ നേഴ്സറിയിൽ റോസയുടെ ഭംഗി കണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോഴത്തേനും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ റോസയിൽ നമുക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ നല്ല പൂക്കളാണ്, ഒരു കമ്പിൽ തന്നെ 4, 5, 6 പൂക്കളാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ മാറി മാറി പല കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ലൊരു ഫെർട്ടിലൈസറും ഇടയ്ക്കിടയ്ക്ക് ജൈവ കീടനാശിനികളും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തും ആ റോസയെയും ഏത് ചെടികളെയും സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് റോസ എടുത്ത് പറയുന്ന കാര്യം റോസയോട് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാൻ